ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. നമ്മുടെ ഫോർഡിൻ്റെ സ്റ്റാർട്ടിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ഓട്ടത്തിൽ ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം, അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ കുറച്ച് കാലം മുന്നിട്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൊണ്ടാണ് വന്നേക്കുന്നത്. എങ്ങനെ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചു, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഫോർഡ് ഉപയോഗിക്കുന്ന പലർക്കും ഇത് ഗുണം ചെയ്യുന്നു വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതുപോലെ ഇതിൻ്റെ ബ്രേക്ക് സ്വിച്ചിൻ്റെ എറേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇതിന് രണ്ട് ബ്രേക്ക് സ്വിച്ച് വരുന്നുണ്ട്, ബ്രേക്ക് സ്വിച്ച് എ ആൻഡ് ബ്രേക്ക് സ്വിച്ച് ബി, അല്ലെങ്കിൽ ബ്രേക്ക് സ്വിച്ച് 1 and 2. ഓൾറെഡി ഇത് എപ്പോഴും ഇതിൻ്റെ സോക്കറ്റ് കട്ട് ചെയ്ത് മാറ്റി വയർ വിരിച്ചിട്ട് അത് കറക്റ്റ് ഇൻസുലേഷൻ ചെയ്യാതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉള്ള കേസാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോൾട്ടുകളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ സോൾഡർ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മളത് ഇൻസുലേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ സ്വിച്ച് പ്രോപ്പറായിട്ട് പ്രസ് ചെയ്ത് തിരിച്ച് വിടുമ്പോൾ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ രണ്ട് സ്വിച്ചും, ഇത് രണ്ടും ബ്രേക്ക് സ്വിച്ചാണ്, ഇത് രണ്ടും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ക്ലച്ചയിലും ഒരു സ്വിച്ച് വരുന്നുണ്ട്. അപ്പം ഈ വണ്ടികൾക്ക് ഇന്നാൾ ഞാൻ മഹീന്ദ്രയുടെ ഒരു വീഡിയോ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ഈ ബ്രേക്ക് സ്വിച്ചിൻ്റെ ഇൻപുട്ടും ക്ലച്ചിൻ്റെ ഇൻപുട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ കാണുന്ന നമുക്ക് ഇതിൻ്റെ ക്ലച്ച് സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇത് പ്രസ് ചെയ്താൽ തിരിച്ച് റിട്ടേൺ വരുന്നില്ല. അപ്പം നോട്ടീസ് ചെയ്ത് മറ്റൊരു കംപ്ലൈൻ്റ് ആണ്. ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വരത്തില്ല. അതായത് നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ആണോ എൻഗേജ് ആണോ എന്നുള്ളത് വണ്ടിക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴും വണ്ടിയുടെ പെർഫോമൻസ് റെസ്ട്രിക്ഷൻ ഇതിനകത്ത് കയറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ 3 സ്വിച്ചിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിച്ചിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകും, അല്ലെങ്കിൽ സ്റ്റാൾ ചെയ്യുന്ന പ്രശ്നം ഫോർഡ് വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യാവുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സ്വിച്ച് വരാൻ താമസമുണ്ട്. തൽക്കാലം നമുക്ക് ഈ സ്വിച്ച് ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പെഡൽ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്പ്രിങ്ങിൻ്റെ ലോഡും കൊണ്ട് ഈ ലിവർ ഫുള്ള് പുറത്തേക്ക് വരും. ആ നേരത്ത് ഈ ലിവറയിലുള്ള ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ ലിവറയിലുള്ള ഈ 2 പോയിൻറ്റ്സ്, 2 കോപ്പറിൻ്റെ പോലത്തെ പോയിൻറ്റ്സ് ഉണ്ട്. അത് സ്വിച്ചിനുള്ളിൽ വരുന്ന മറ്റ് 2 പോയിൻറ്റുകളായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരും. ഓക്കെ, അപ്പം ക്ലച്ച് നമ്മൾ പ്രസ് ചെയ്തേക്കാണെന്നുള്ളത്, അതായത് ക്ലച്ച് എൻഗേജ്ഡ് ആണെന്നുള്ള സിഗ്നൽ ഇ സി യുയിലേക്ക് ചെല്ലും. ആ സിഗ്നൽ ശരിക്കും ഈ വണ്ടിക്ക് മിസ്സിംഗ് ആയിരുന്നു. ക്ലച്ച് എൻഗേജ് ആണോ ഡിസെൻഗേജ് ആണോ എന്നുള്ള മിസ്സിങ് സിഗ്നൽ കറക്റ്റ് കിട്ടാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയ പ്രശ്നമാണ്. ക്ലച്ചിൻ്റെ ഇൻപുട്ടും ബ്രേക്ക് സ്വിച്ചിൻ്റെ ഇൻപുട്ടും ഇ സി യുയിലേക്ക് കറക്റ്റ് എത്തണം. അത് ഭയങ്കര നിർബന്ധിതമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കുറച്ച് വണ്ടികൾക്ക്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്നൊരു പോർഷനാണ്. അത് ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഹോള് നമുക്ക് കാണാം. ഇതിൻ്റെ ബോഡിയുടെ ഹോള് ഓവലായി പോയിട്ട് ഇതിൻ്റെ ഇടയിൽ കയറി സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റിപ്പയർ ചെയ്തെടുത്തിട്ട് കറക്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട്, വേറെ കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പ്രസ് ചെയ്ത് നോക്കാം, കറക്റ്റ് തിരിച്ച് റിട്ടേൺ വരുന്നുണ്ടോ നോക്കാം. അപ്പം പ്രസ് ചെയ്തു വിടുമ്പോൾ തിരിച്ച് കറക്റ്റ് റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി വേറെ നല്ല ഹീറ്റാക്കിയിട്ട് ആ ഓയിൽ പോർഷനെ നമ്മൾ ഹീറ്റാക്കിയിട്ട് കറക്റ്റ് റൗണ്ടാക്കി ചില ലൂബ്രിക്കേഷൻ കൊടുത്തപ്പോൾ സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. സ്വിച്ചസ് പെട്ടെന്ന് അഴിച്ച് നോക്കാറില്ല. നമ്മളൊരു കൊതുകും കൊണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതിന് വർക്കാവുന്നതാണ് പ്രതീക്ഷ. എന്നിരുന്നാലും നമ്മൾ അധികം കാലം ഇത് വയ്ക്കത്തില്ല. പുതിയ സ്വിച്ച് വന്ന പാടെ നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന കണക്ക് നമ്മൾ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ കറക്റ്റ് റിലീസ് ആകുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നും നിലവിൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് നമുക്ക് വണ്ടിയിലേക്ക് ഈ സംഭവം ഫിക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് തേർഡ് പോർഷൻ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരാൻ മറ്റൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബ്രേക്ക് ലൈനിലേക്ക് സെൻട്രൽ ലോക്കിൽ നിന്ന് 2 കണക്ഷൻ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മൾ പിൻ ഔട്ട് ചെയ്ത് എടുത്തേക്കുന്ന സംഭവമാണ്. നമ്മൾ പ്രസ് ചെയ്ത് പിൻ ഔട്ട് ചെയ്യാവുന്ന ഓപ്ഷൻസിനകത്ത് ചെറിയ കപ്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ ടൈം ഇതിനകത്ത് ഈർപ്പൊക്കെ തട്ടി ക്ലാവ് കയറി വെളുത്തിരിക്കും ഈ സംഭവം. അപ്പോൾ കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാണ്ട് വരുന്ന ഒരു ഇഷ്യൂ വരാറുണ്ട് പ്രോപ്പറായിട്ട്. അങ്ങനെ വരുമ്പോഴും സെയിം കംപ്ലയിൻ്റ് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. കാരണം ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈനിൽ നിന്ന് വന്നേക്കുന്ന കണക്ഷൻസാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്ത് പിൻ ഔട്ട് ചെയ്തെടുത്തേക്കുന്ന കണക്ഷൻസാണ് നമ്മുടെ സെൻട്രൽ ലോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓവർ ദ ടൈം അതിലേക്ക് ഈർപ്പം കയറി കണക്ഷൻ കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് കണക്ഷൻ പാസ് ആവാണ്ട് വന്നു കഴിഞ്ഞാൽ സെയിം ഇഷ്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും 3 ഏരിയയാണ് നമ്മൾ ചെക്ക് ചെയ്ത്. 3 ഏരിയയിലെ ഫോൾട്ടുകൾ നമ്മൾ ഇതിനകത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. രണ്ടാമത് ഇതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് സ്കാൻ ടൂൾ എങ്ങനെ എടുക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ബ്രേക്ക് സ്വിച്ചിൻ്റെ ഓപ്ഷനുണ്ട്, ക്ലച്ച് സ്വിച്ചിൻ്റെ ഓപ്ഷനുണ്ട്. ഈ 2 ഓപ്ഷൻ എടുത്തിട്ട് ലൈവ് ഡാറ്റാസിൽ പോയാൽ നമുക്ക് കറക്റ്റ് ഫംഗ്ഷനിങ് ആണോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ എടുത്തിട്ട് നമ്മളിപ്പം ബ്രേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ബ്രേക്ക് ഇനാക്റ്റീവും ആക്റ്റീവും അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആക്റ്റീവ്, റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇനാക്റ്റീവ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കറക്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്ത പാടെ തന്നെ ഇനാക്റ്റീവായിട്ട് തന്നെ ഇ സിക്ക് കിട്ടണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക് പ്രസ് ചെയ്തിട്ടായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാൾ ചെയ്യണമെങ്കിൽ ഓഫായി പോകും. അതേപോലെ തന്നെ ക്ലച്ച് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലച്ച് ഡിസെൻഗേജ്ഡ് എൻഗേജ്ഡ് ആ ഓപ്ഷൻ കണ്ട. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്തു, എൻഗേജ്ഡായി, റിലീസ് ചെയ്തു, ഡിസെൻഗേജ്ഡായി. അപ്പോൾ ഈ സംഭവം കറക്റ്റായിട്ട് ഇ സി യുക്കിൻ്റെ ഇൻപുട്ട് കിട്ടണം.
അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലൈവ് ഡാറ്റാസ് നമുക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും, പ്രോപ്പർ ഫംഗ്ഷൻ ആണോ അല്ലെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 സ്വിച്ചും പ്രോപ്പറായിട്ട്, അതായത് ബ്രേക്കിൻ്റെ 2 സ്വിച്ചും ക്ലച്ചിൻ്റെ 1 സ്വിച്ചും, ടോട്ടലി 3 എല്ലാ സ്വിച്ചും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററെ വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വേറെ എററൊന്നും കാണുന്നില്ല. സ്കാൻ ടൂളിലാണെങ്കിൽ തന്നെ നമുക്ക് രണ്ടാമതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എറർ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും കൂടി റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം വേറെ എറർ കോഡ്സും കാര്യങ്ങളൊന്നും രണ്ടാമത് വരുന്നില്ല, എറർസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻലി ഇതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ കാണുന്ന നമുക്ക് ഇവിടെ ഒരു റൗണ്ട് ഒരു ഗിയർ പോലത്തെ ഒരു യെല്ലോ ലാമ്പും അതിനകത്തൊരു ഐയുടെ ഒരു സിമ്പിളും വെച്ചിട്ടൊരു ലാമ്പ്. ഇത് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് തെളിഞ്ഞെടുക്കും. പക്ഷേ നിലവിൽ ആ സംഭവം പോയിട്ടുണ്ട്. വേറെ വാർണിംഗ് ലാംപ്സ് ഒന്നും വണ്ടിക്കകത്ത് കാണാനില്ല. ആ കൂടെയുള്ളത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ലോ ഫ്യൂലിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ഫ്യൂൽ കുറവാണ്, അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർഡ് ഉപയോഗിക്കുന്ന വ്യൂവേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നല്ലോണം ഗുണം ചെയ്യും. കാരണം ഈ പറഞ്ഞ പോലെ ഈ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ചിലപ്പോൾ നമ്മൾ അറിയാതെ പമ്പും നോസലും ഇഞ്ചും വരെ പണിയുന്ന കേസുകൾ വരാറുണ്ട്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.